friends, welcome to my YouTube channel. This is me Jahan. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവൽ വ്ലോഗാണ്. ട്രാവൽ ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ? എന്തെങ്കിലും ഒരു ഗസ്റ്റ് ഉണ്ടോ? വേറെ എവിടെയല്ല, നമ്മൾ മൂന്നാറിലേക്കാണ് നമ്മുടെ യാത്ര കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ് മൂന്നാർ പോകുന്നത്. അപ്പം ഇത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു, പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ വേറൊന്നും അല്ല, കുറച്ചു നാളായിട്ട് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിരുന്നു. അപ്പം എന്താ പറയാ, അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പോവാന് ആണ് തീരുമാനിച്ചത്. അപ്പം എന്താ പറയാ, പിന്നെന്ന് വെച്ചാൽ വീഡിയോ പർപ്പസ് കൂടി ഉണ്ട് നമുക്ക് യൂട്യൂബിൽ ഇടാനായിട്ട്. വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാവൽ വ്ലോഗ്സ് ഒക്കെ ഇടുന്നത്. അപ്പം അതിന്റെയും കൂടി ഒരു ഇതുണ്ട്, അതും കൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇൻട്രോ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് പോയി കഴിഞ്ഞൊക്കെ വന്നിട്ടുള്ള വീഡിയോ ആണ്, വന്നിട്ടാണ് ഞാൻ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. വേറെ ഒന്നും അല്ല. എന്താ പറയാ, ആ ടൈമിൽ ഭയങ്കര പെട്ടെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത്, പെട്ടെന്ന് ഒരു വൈകുന്നേരം പോവുകയാണ് ചെയ്തത്. അപ്പത്തേക്കും എന്താ പറയാ, വീഡിയോ എടുക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ടിട്ട് പോയി വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളാണ് എന്റെ സപ്പോർട്ട്, നിങ്ങളാണ് എന്റെ ബലം. അപ്പം നിങ്ങളുടെ അടുത്ത് നിന്നുള്ള റെസ്പോൺസ് കൊണ്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്നുള്ള റെസ്പോണ്ട് കിട്ടിയിട്ട് വേണം എനിക്ക് മുമ്പോട്ട് നല്ലപോലെ പോവാൻ. അപ്പം എന്താ പറയാ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ്. അപ്പം നമ്മളിത് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ സമയം എന്ന് പറയുന്നത് വൈകുന്നേരം കഴിഞ്ഞ് ഒരു സന്ധ്യയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പൊ നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഇതേ നൈസായിട്ട് അങ്ങോട്ട് തെറിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മള് ഇടക്കൊച്ചി പള്ളുരുത്തിന്ന് പോകുമ്പോഴുള്ള വഴികളാട്ടോ ഇതൊക്കെ. അപ്പം ഈ വഴി ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇതുവരെ കാണാത്തൊരു സംഭവമാണ് ഇവിടെ ഈ ട്രെയിൻ പോകുന്നത് ഗൈസ്. അപ്പം ഞാൻ അതിന്റെ വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ട്രെയിൻ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോയത്. അപ്പം ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറെ കഴിഞ്ഞ് അങ്ങനെ രാത്രിയായി. അപ്പം എന്താ പറയാ, ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിയാണ്, മൂന്നാർ പോകുന്ന വഴിയാണ്. പോണ വഴിക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് കുഞ്ഞു മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വൈബൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയൊക്കെ ഫുള്ള് റോഡ് പണി നടക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു റോഡിന്റെ വലിപ്പം കൂട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു മൂന്നാറിലേക്കുള്ളത്. അപ്പം ഭയങ്കര ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടിക്കാണെങ്കിൽ ലൈറ്റിന്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പം എന്താ പറയാ, ഇതാണ് രാത്രിത്തെ പോക്ക് വഴി. അപ്പം ഫുള്ള് റോഡ് പണിയാണ്, അപ്പുറമൊക്കെ റോഡ് പണിയാണ്. രണ്ട് സൈഡും റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിക്ക സ്ഥലങ്ങളും കവർ ചെയ്ത് പോയേക്കുന്നത്. അപ്പം നമ്മൾ പോണ വഴിക്ക് പിന്നെ അൽഫാമും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം അൽഫാമും കഴിച്ച് അവൻ അൽഫാം മന്തിയും കഴിച്ച് അങ്ങനെ പോയായിരുന്നു. പിന്നെ രാവിലെ ആയി, ഞങ്ങൾ മിഡ്നൈറ്റാണ് എത്തിയത്. അപ്പം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അടിമാലിയിൽ വെയിറ്റ് ചെയ്ത് ഒന്ന് നേരം വെളുക്കാനായിട്ട്, ലൈറ്റ് വരാനായിട്ട്. അങ്ങനെ നേരം വെളുപ്പിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ഫ്രഷ് ആവാനായിട്ട് നമ്മൾ റൂം തപ്പി നടക്കുമായിരുന്നു, ഫ്രഷപ്പ് ആവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. പിന്നെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി, നല്ല സൂപ്പറായി. മൂന്നാർക്കടുക്കെ ആയിട്ടുണ്ടായിരുന്നു. മൂന്നാർ അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ട് നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം നമുക്കൊരു ഫ്രഷപ്പ് ആവുള്ളൊരു സ്ഥലം കിട്ടി. അപ്പം അവിടെ അന്വേഷിക്കാനായിട്ട് ഞങ്ങൾ പോയി. അപ്പം അവിടെ സെറ്റായൊന്നുമില്ല, പക്ഷേ എങ്കിൽ അവിടുത്തെ ക്ലൈമറ്റ് കാണാൻ നല്ല സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. അവർ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നല്ല തകർക്കുമായിരുന്നു. അങ്ങനെ ഞാൻ നല്ല വൈബിങ്ങിലായിരുന്നു, ഓടിച്ചാടി തുള്ളിച്ചാടി. ഓൾറെഡി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഞാനല്ലാണ്ടായിപ്പോയി ഗൈസ്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് അവിടെ സെറ്റായൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് തിരിച്ചു പോന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വീഡിയോ. ഞങ്ങൾ ചെന്നത് വീക്കെൻഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് റൂമും ഫ്രഷപ്പ് അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് അവിടെ സെറ്റായിട്ടുണ്ടായില്ല ഗൈസ്. അപ്പം നിങ്ങളൊക്കെ മൂന്നാർ ഇപ്പോൾ പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈസ്, വീക്കെൻഡിൽ പോയാൽ റൂം കിട്ടാൻ ചാൻസ് കുറവാണ്. സോ ബെറ്റർ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക കേട്ടോ. അപ്പം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പം ഇതെന്ന് പറയുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡിലായിട്ടുള്ള കാഴ്ചകളാട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി
അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ കുറച്ച് കുറുമ്പൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ വെച്ചിട്ട് കുറേ ഇതൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടി നീ ഫോൺ എടുത്ത് വെക്കില്ലേ, ഫോൺ താഴെ കിടക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡാക്കില്ല. ബിക്കോസ് എനിക്ക് വീഡിയോ മുഖ്യം ബിഗിലേ, കാരണം എനിക്ക് യൂട്യൂബിലിടണ്ടേ. സോ അപ്പം നമ്മൾ വന്ന വഴിക്കതേ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. നല്ല കുരങ്ങൻകുട്ടന്മാരൊക്കെ ഇരിക്കുന്നു. അപ്പം എവിടെയായിട്ട് ഭയങ്കര തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലം, നല്ല വൈബായിരുന്നു. അവിടെ ഇറങ്ങി കുറച്ചേരം നിന്ന് അതേന് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പോന്നു കേട്ടോ. അതേന് തെറിച്ച് ഇപ്പത്തേക്കും ദേ സമയമൊക്കെ കുറച്ച് കഴിഞ്ഞ് പോകുന്നത്, സൂര്യനൊക്കെ വരാൻ തുടങ്ങി, വെയിൽ വരാൻ തുടങ്ങി. അപ്പം ഗൈസ് ഒരു 8-9 മണി കഴിയുമ്പോഴത്തേക്കും മൂന്നാറിൽ നല്ലപോലെ ചൂട് മീൻസ് വെയിൽ വരാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും വെയിലില്ല പ്രതീക്ഷിച്ച് വരുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. വെയിലുണ്ട്, നല്ലപോലെ വെയിലുണ്ട്. ചില ദിവസം വെയിലുണ്ടാവാതിരിക്കും, അങ്ങനെ ഉള്ളൂ. അല്ലാണ്ട് നോർമലായിട്ട് വെയിലുണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാട്ടോ. അപ്പം ഞാൻ എൻ്റെ സ്റ്റോറേജ് തീരുന്ന വരെ കുറേ വീഡിയോസ് എടുത്തു ഗൈസ്. അപ്പം കാരണം എടുത്തിട്ട് മതിയാവുന്നില്ല. അമ്മാതിരിയാണ് ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നമുക്ക് എന്താ പറയുക, ഒരു രക്ഷയില്ല, പറയാൻ വാക്കുകളില്ല ഗൈസ്. അതുപോലത്തെ ഫീലിംഗ് ആയിരുന്നു. പിന്നെ അതേ വന്ന കഴിക്കതേ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടാ. ഇത് അവനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ നിർത്തിയതാ. അപ്പം ഞാനും കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പേരൊന്നും എനിക്കറിയാൻ പാടില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തെറിച്ച് ഞങ്ങൾ പോണ വഴിയാട്ടോ. അപ്പം ഫ്രഷപ്പ് ആയിട്ടില്ല ഇതുവരെ. അപ്പം ഫ്രഷപ്പ് ആവാനുള്ള സംവിധാനം അന്വേഷിച്ചുള്ള പോക്കാണ്. അപ്പം മൂന്നാർ ഭയങ്കര ക്രൗഡാണ്, എവിടെയും ഒന്നും ഒരു സംവിധാനവും ഇല്ല റെഡി ആവാനായിട്ട്. അപ്പം ഞങ്ങൾ പോണ വഴിക്കിതേ ഈ ഒരു സംഭവം കണ്ടിട്ടാ, പാരഷൂട്ട് ഫ്ലൈയിങ്. അപ്പം അതിൽ കയറി നമുക്ക് ഫ്ലൈ ചെയ്യാം ഗൈസ്. ഞാൻ കയറിയൊന്നുമില്ല, എനിക്കിങ്ങനെ അധികം ഓവർ പൈസ ഒന്നും ചിലവാക്കണ കൂട്ടത്തിലുള്ളതല്ല. അപ്പം ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ടാണ്, ഞങ്ങൾക്കൊരു സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ സെറ്റായി ഫ്രഷൊക്കെ ആയി ഇതേ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കല്ലിമല്ലി വ്യൂ പോയിന്റ് കാണുമ്പോൾ. അപ്പം നമുക്ക് രാജക്കാടാണ് ഫ്രഷപ്പ് ആവാനുള്ള സംവിധാനം കിട്ടിയത്. അപ്പോൾ രാജക്കാടിൻ്റെ അടുത്താണ് ഈ ഒരു കല്ലിമല്ലി വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ പോയി. അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് മൂന്നാർക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇതാണ് വ്യൂ പോയിന്റ് കേട്ടോ. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ പോയിന്റ്. നിങ്ങൾ ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. നേരിട്ട് കാണുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു എന്താ പറയുക, സംതൃപ്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് ഗൈസ്. ഇതാണ് നമ്മൾ ഫ്രഷായ സ്ഥലം, പ്രോപ്പർട്ടി കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ സ്റ്റെയർ കയറി നമ്മൾ താഴത്തോട്ട് പോകണം. അപ്പം ചുറ്റുപാടും ആംബിയൻസൊക്കെ നല്ല വൈബായിരുന്നു. കോട്ടേജ് കണക്കത്തെ സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരു വിൻറ്റേജ് മൂഡൊക്കെ. അപ്പോൾ ഭയങ്കര നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ പുള്ളി പറഞ്ഞു കുറച്ച് ഇവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കല്ലിമല്ലി വ്യൂ പോയിന്റും റിവർ ഫോൾസ് വാട്ടർഫോൾസും അതുപോലെ തന്നെ പൊന്മുടി ഡാം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്, ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ പൊന്മുടിയുടെ അടുത്ത് തന്നെ ഉള്ളൊരു ലൊക്കേഷനാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകൾ അത് എൻ്റെ പൊന്നോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഗൈസ് ഇത്. നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ കുഞ്ഞു വഴിയുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് എത്താം. അപ്പം അതിൽ നമ്മളധികം ആൾക്കാരൊന്നും വരാത്ത വഴി കൂടെ ആട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പ് വഴിയാണ് ഗൈസ്, മാപ്പ് നോക്കിയാണ് പോകുന്നത്. സോ നമുക്കറിയില്ല വഴി ഏതാണെന്നൊന്നും. അപ്പം മാപ്പ് വഴി പോകുന്ന വഴിയാണിത്. ഞങ്ങൾ പോയത് അപ്പോൾ കുഞ്ഞു വഴി കൂടെയാണ്, വലിയ ആൾക്കാരൊന്നും പോകാത്തൊരു വഴി കൂടെയാണ് കേട്ടോ പോയത്. വലിയ ഒരു മനുഷ്യന്മാരും ഉണ്ടായിരുന്നില്ലേ ഞങ്ങൾ പോകാൻ നേരത്ത്. അങ്ങനെ നല്ല സൂപ്പർ സ്ഥലങ്ങളായിരുന്നു. സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് മറ്റേ പാറ കണക്കത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് വീഡിയോ എടുക്കുവാണ് ഗൈസ്. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് കേട്ടോ. ഇതിലേക്ക് വണ്ടികൾ പ്രവേശനമില്ല. അപ്പുറത്തുനിന്നുള്ള വണ്ടികൾ അവിടെ നിർത്തിയിട്ട് ആൾക്കാർ നടന്നു വരും, ഇപ്പുറത്തുനിന്നുള്ളവർ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നു പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മളെ താഴത്തുള്ള വ്യൂ, ബ്രിഡ്ജിന് താഴെയുള്ള വ്യൂ. ഇതാണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ താഴത്ത് കാണുന്നത് കേട്ടോ. പാറക്കെട്ടുകൾ, ആ ഒരു ഇതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം, അതായത് നമുക്ക് നിൽക്കാനും നടക്കാനും ഒക്കെ പറ്റണ തരത്തിലുള്ള വെള്ളവും പാറക്കെട്ടുകളും താഴെ കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങൾ
ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ടോ, താഴത്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം തൃശ്ശൂർ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എഴുതുന്നു കേട്ടോ, അവൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഇതേ കണക്കത്തെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്, ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മാതിരി വൈബാണ്. അപ്പോൾ നമ്മളെ കല്ലിമല്ലി വ്യൂ പോയിന്റ് കഴിഞ്ഞ് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ, ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസ്. അതായത് എൻ്റെ അല്ല ഗൈസ്, നമ്മളെ അല്ല, മറ്റേ നേച്ചറിൻ്റെ. അപ്പം നമ്മളവിടെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് ഞങ്ങൾ പോന്ന് റിട്ടേൺ അടിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗൈസ് പൊന്മുടി ഡാം വന്നിട്ട്. അപ്പം ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ കാഴ്ച, ഡാമിൻ്റെ ഓവറോൾ ലുക്ക് കേട്ടോ. അപ്പം ഡാമിൻ്റെ സൈഡിലൊക്കെ മറ്റേ സ്റ്റെയർ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. പക്ഷേങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായവന് അതിന് സമ്മതിച്ചില്ല ഗൈസ്, എന്നെ വെള്ളത്തിൻ്റെ കൊടുക്ക് വിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്നെ വിട്ടൊന്നുമില്ല ഗൈസ്. അപ്പം ഇവിടെ നിർത്തിച്ചില്ല, എവിടെ നിർത്തില്ല, ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ പേടിപ്പിച്ച്. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ മലനിരകളൊക്കെ കണ്ട ഗൈസ്, കല്ല്, പാറക്കല്ല്, നല്ല സൂപ്പർ സ്ഥലം. അതെ ഇതൊക്കെ വ്യൂ ഉണ്ടോ, സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതെ ഗൈസ് അവിടെ നിന്ന് തെറിച്ച് ഞങ്ങൾ പോണായിക്കതേ ഇങ്ങനെ റോഡൊക്കെ കണ്ടിട്ട് അവ എന്നെ റോട്ടിൽ ഇറക്കി വിട്ട് ഗൈസ്, വണ്ടി കയറൂല എന്ന് പറഞ്ഞിട്ട്. പാവ എന്നെ കഷ്ടപ്പെട്ട് നടത്തിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ കയറി ഗൈസ്, കുന്ന് കയറി. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയി ഡാമിൻ്റെ, എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ഡാമിൻ്റെ ഇപ്പുറത്തോട്ട് തന്നെ വന്നു. ഞങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം അങ്ങോട്ടേക്ക് പിന്നെ ഇനി വഴി എന്ന് പറയണത് ഒരു വാട്ടർഫോൾസാണ്. പക്ഷേങ്കിൽ ആ വാട്ടർഫോൾസ് ഇപ്പോൾ ഉണങ്ങി വരണ്ട് കിടക്കുവാണെന്നാണ് പറഞ്ഞത്. സോ അവിടെ വാട്ടർഫോൾസിൽ വെള്ളമില്ല ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നായിരുന്നു.